പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ ആദ്യോടന്തം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അനേക ദർശനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലെ ദർശനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണിന്ന്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലോവീസ് ബസ്ലി. ആദ്യത്തെ ചോദ്യം: വേദപുസ്തകത്തിൽ ആദ്യമായി ദർശനത്തിൽ യഹോവ അരുളപ്പാട് അറിയിച്ചത് ആരോടാണ്? ഉത്തരം: അബ്രഹാമിനോട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ദർശനത്തിന് ശ്രദ്ധ വെച്ച വ്യക്തി ആരാണ്? ഉത്തരം: ദാനിയേൽ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാത്ത വ്യക്തി ആരാണ്? ഉത്തരം: അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: യാഗപീഠത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ള മണ്ഡപം ഏതാണ്? ഉത്തരം: വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം. യെഹെസ്കേലിൻ്റെ പ്രവചനം 40-ാം അധ്യായം 46-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവയുടെ ആത്മാവ് ഒരു പ്രവാചകനെ ഒരു പ്രത്യേക ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു എന്ന് കാണുന്നു. ഏത് പ്രവാചകനെയാണ്? ആ പ്രത്യേക ദർശനം ഏതാണ്? ഉത്തരം: പ്രവാചകൻ യെഹെസ്കേൽ. ദർശനം ദിവ്യദർശനങ്ങളിൽ. യെഹെസ്കേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: ദർശനങ്ങളെ ദർശിക്കുന്നത് ആരാണ്? ഉത്തരം: യൗവനക്കാർ. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: കഠിനമായൊരു ദർശനം വെളിപ്പെട്ടത് ആർക്കാണ്? ഉത്തരം: യെശയ്യാവിന്. യെശയ്യാവിൻ്റെ പ്രവചനം 21-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: ദർശന നിമിത്തം അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായ വ്യക്തി ആരാണ്? ഉത്തരം: ദാനിയേൽ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം: ദർശനം എഴുതുവാനും അത് പലകയിൽ വരയ്ക്കുവാനും യഹോവ ഏത് പ്രവാചകനോടാണ് പറഞ്ഞത്? ഉത്തരം: ഹബക്കൂക്ക് പ്രവാചകനോട്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇടപെട്ട വ്യക്തി ആരാണ്? ഉത്തരം: പത്രോസ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവ മറച്ചു വയ്ക്കുകയും മേഘം കൊണ്ട് വിരിക്കുകയും ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം: സിംഹാസനത്തിൻ്റെ ദർശനത്തെ. ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: നിങ്ങൾ എല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്തു ഭവിച്ചു? ഏത് താഴ്വരയെക്കുറിച്ചുള്ള
പ്രവാചകമാണ് ഇത്? ഉത്തരം ദർശന താഴ്വര. യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ഭൂമിയിലെ സകല രാജാക്കന്മാരും ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുന്നതിന് എന്താണ് അന്വേഷിച്ചു വന്നത്? ഉത്തരം മുഖദർശനം. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എലീഫസിന് മനോഭാവനകളിൽ ഭയവും നടുക്കവും പിടിച്ചത് എന്തിനാലാണ്? ഉത്തരം രാത്രി ദർശനങ്ങളാൽ. യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.